സാധാരണ കഥാപ്രസംഗത്തിന് വീടിനായ്മ തന്നെയാ. ഇത് ജയം മുഴുവനുണ്ടല്ലോ. ഒരു വാർഡുകാർ മുഴുവൻ അവതരിപ്പിക്കുന്ന പരിപാടി. സഹൃദയരെ, കലാസ്നേഹികളെ, അഭിവാദനങ്ങൾ. കഥ പറയുവാൻ മാത്രം കഴിവുള്ള ഒരു കാതികയോ ഒരു കലാകാരിയോ അല്ലാത്ത കേവലം നിങ്ങളുടെ കൂട്ടുകാരിൽ ഒരാൾ മാത്രമായ ഞാൻ കഥാപ്രസംഗ കലയിലേക്ക് കാലുവയ്ക്കുന്നത് അവിവേകമാണെങ്കിലും സ്നേഹമുള്ള നിങ്ങളേവരും എൻ്റെ കൂട്ടുകാരും ഇതിൽ വന്നേക്കാവുന്ന തെറ്റുകൾ സദയം ക്ഷമിക്കുമെന്ന വിശ്വാസത്തോടെ ഞാൻ കഥയിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച എൻ്റെ വാർഡ് പ്രസിഡന്റ് എന്നോട് ചോദിച്ചു നമുക്കൊരു പരിപാടി അവതരിപ്പിക്കേണ്ടതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കഥാപ്രസംഗം തന്നെ ആയാലോ എന്ന്. അപ്പോൾ അദ്ദേഹം എനിക്കൊരു കഥ പറഞ്ഞു തന്നു. എന്നാൽ ആ കഥയല്ല ഈ കഥ. പിന്നെയോ, സമൂഹത്തിൽ നിന്നു ഞാൻ നേരോടെ ചൊല്ലി പാടിച്ചതാണ് കഥ. സമൂഹത്തിൽ നിന്നു ഞാൻ നേരോടെ ചൊല്ലി പാടിച്ചതാണ് കഥ. അതാ അങ്ങോട്ട് നോക്കൂ. അമ്പരചുംബികളായ ആ കെട്ടിടങ്ങൾക്കും തിരക്കിട്ട വഴിയോരങ്ങൾക്കും അപ്പുറം ഒരു കൊച്ചു കൊട്ടാരം നിങ്ങൾ കാണുന്നത് എത്ര മനോഹരം. എന്നാൽ ഒരിക്കൽ ദുഃഖങ്ങൾ മാത്രം അരികിറക്കിക്കൊണ്ട് തേങ്ങിക്കരഞ്ഞിരുന്ന ആ വീടിന് ഒരു കഥയുണ്ട്. കരൾ പിളർക്കുന്ന കഥനകഥ. ആ കഥയുടെ പേരാണ് സ്വപ്നലോകം. സ്വപ്നലോകം. സ്വപ്നലോകത്തേക്കു യാത്ര ചെയ്യാൻ നിങ്ങളെ കൂട്ടുകാരെ. സ്വപ്നലോകത്തിൽ യാത്ര ചെയ്യാൻ പോരുന്നോ നിങ്ങൾ തൻ കൂട്ടുകാരെ. വരൂ, നമുക്ക് കഥ നടക്കുന്ന സ്ഥലത്തേക്ക് പോകാം. ആ വീട്ടിലെ ഭാര്യ ഭർത്താക്കന്മാരായ അനുജയും ടോണിയുമാണ് ഈ കഥയിലെ കഥാപാത്രങ്ങൾ. വളരെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം നടന്ന ഒരു പ്രണയ വിവാഹമായിരുന്നു അവരുടേത്. സ്വന്തക്കാരുടെയും ബന്ധുക്കളുടെയും എതിർപ്പുകളെ അതിജീവിച്ച് നഴ്സായ അനിത ഒരു പാവപ്പെട്ട കുടുംബത്തിലെ IT-കാരനായ ടോണിയെ വിവാഹം ചെയ്തു. സുന്ദരൻ സുമുഖൻ സുന്ദരനാണവൻ, ഇന്നിവൻ എന്റേതു മാത്രമാണ്. സുന്ദരൻ സുമുഖനാണ് ആളിവൻ. ഇന്നവൻ എന്റേതു മാത്രമാണ്. സുന്ദരൻ സുമുഖനാണിവൻ. അവൻ എന്റേതു മാത്രമാണ്. സുന്ദരനും സുമുഖനുമായ ടോണിയോടൊപ്പം ജീവിതം പടുത്തുയർത്താൻ ആഗ്രഹിച്ച് അനുജ നേർച്ച കാഴ്ചകൾ ഒരുപാട് നടത്തി. പ്രസിദ്ധമായ പല പണികളും കയറിയിറങ്ങി. പലപ്പോഴും അനുജ ടോണിയോട് പറയും, ടോണി, നമ്മൾ പുറത്ത് എവിടേക്കെങ്കിലും പോകണം, എങ്ങനെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും? അപ്പോൾ ടോണി പറയും, ശരി അനുജെ, എനിക്കും ആഗ്രഹമുണ്ട്, നമുക്ക് പ്രാർത്ഥിച്ച് കാത്തിരിക്കാം. അങ്ങനെ അവർ പ്രാർത്ഥിച്ച് കാത്തിരുന്നു. അധികം താമസിയാതെ സകലേശ്വരൻ കനിഞ്ഞ് അവരുടെ പ്രാർത്ഥന കേട്ടു. ഇന്നിവർ കടലിനക്കരെ, ഏഴാം കടലും കടലിനക്കരെ എത്തി. കടലിനക്കരെ പോകുന്നേ, കടലിനക്കരെ പോകുന്നേ, കാണാൻ പൊന്നിന് പോകുന്നേ, മനസ്സു നിറയെ സ്വപ്നവുമായി കടലിനക്കരെ പോകുന്നേ. കടലിനക്കരെ പോകുന്നേ, കാണാൻ പൊന്നിനു പോകുന്നേ, മനസ്സു നിറയെ സ്വപ്നവുമായി കടലിനക്കരെ പോകുന്നേ. ഒരുപാട് ആൾക്കാരുടെ സ്വപ്നലോകമായ അമേരിക്കയിൽ അങ്ങനെ നമ്മുടെ ടോണിയും അനുജയും പറന്നിറങ്ങി. നാളുകൾ ഓരോന്നായി കടന്നുപോയി. രണ്ടുപേർക്കും നല്ല ജോലി, ഇഷ്ടംപോലെ പൈസ. നന്ദിയുടെയും കൃതജ്ഞതയുടെയും കടപ്പാടുകളുടെയും നാളുകൾ ഓരോന്നായി കടന്നുപോയി. ആഗ്രഹിച്ചതിനും ചിന്തിച്ചതിനും വളരെയധികം നേടി. ഇതിനിടയിൽ അവരുടെ ദാമ്പത്യ വലതയിൽ
അവർക്ക് 4 കുഞ്ഞുങ്ങൾ വേണം. സന്തോഷകരമായ ജീവിതം. ടോണി പലപ്പോഴും ആലോചിക്കും, നാട്ടിലൊക്കെ ആയാലും ഇതൊക്കെ കാണാൻ 4 ആളുണ്ടായാലേ, ഇവിടെ ആരൊക്കെ കാണാനില്ല. അങ്ങനെ ടോണിയുടെ ജീവിതത്തിൽ ഒരു ചെറിയ ശൂന്യത എവിടെയോ കണ്ടു തുടങ്ങി. ആ ശൂന്യത നികത്താൻ ടോണി പല വഴികളും കണ്ടുപിടിച്ചു. പാർട്ടികളും സൽക്കാരങ്ങളും ഒന്നിലും തൃപ്തി വരുന്നില്ല. പഴയ ചില കൂട്ടുകാരും പുതിയ ചില ബന്ധങ്ങളും ടോണിയെ തേടിയെത്തി. ഈ യൗവനത്തിലെ ചില പാപചാപല്യങ്ങൾ ടോണിയെ വേട്ടയാടി. അതെ, നമ്മുടെ ടോണി ഇന്ന് മദ്യത്തിനും മയക്കുമരുന്നിനും പുകവലിക്കും ചീട്ടുകളിക്കും അടിമയായി. വാട്സപ്പിലും ഫേസ്ബുക്കിലുമായി രാത്രിയുടെ യാമങ്ങൾ പലതും ചിലവഴിച്ചു. സ്വന്തം ഭാര്യയോടും കുഞ്ഞുങ്ങളോടും ചിലവഴിക്കാൻ ടോണിക്കിന് സമയമില്ല. അന്നൊരു ദിവസം കുറെ മദ്യപിച്ചാണ് ടോണി രാത്രി വീട്ടിലേക്ക് കടന്നു വന്നത്. അന്നത്തെ കോളിംഗ് അടി ഒരു കൂട്ടമണിയുടേത് പോലുള്ളതായിരുന്നു. കിളിവാതിലൂടെ പുറത്തേക്ക് നോക്കി അലറ്റ കണ്ടത് വേച്ച് നിൽക്കുന്ന ടോണിയെയാണ്. ഓടിച്ചെന്ന് വാതിൽ തുറന്ന് കൈക്ക് പിടിച്ച് ടോണിയെ വീടിനകത്തേക്ക് കയറ്റി. എന്താ ടോണി ഇത്? ഇന്ന് 10 കൂടുതൽ കുടിച്ചു അല്ലേ? ഞാനും കുഞ്ഞുങ്ങളും നോക്കിയിരിക്കുകയായിരുന്നു. എന്തിന് നോക്കിയിരുന്നു നീ എന്നെ? ടോണിക്ക് ഇപ്പൊ ഒന്നും ഓർമ്മയില്ല അല്ലേ? ടോണിക്ക് അറിയോ, നമ്മുടെ ടോണിക്കൊക്കെ ബർത്ത്ഡേ ആയിരുന്നു. ബർത്ത്ഡേ കേക്കുമായിട്ട് ഡാഡി വരുന്നത് നോക്കി പാവം ടോണിക്കൊക്കെ
പിന്നീടുള്ള കാര്യങ്ങൾ ടോണി ഒരു സ്വപ്നം പോലെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ടോണിയുടെ ആത്മാവിനെ ആരോ ചീറിപ്പായുന്ന ഒരു ട്രെയിനിലേക്ക് തള്ളിവിടുന്നു. ആ ട്രെയിൻ ആകട്ടെ ഓരോ സെക്കൻഡിലും ആയിരക്കണക്കിന് ആളുകളെ എന്ന പോലെ വേഗത്തിൽ പാഞ്ഞുകൊണ്ട് ഒരു അഗാധമായ ഗർത്തത്തിലേക്ക് ഈ ആത്മാക്കളെ തള്ളിവിടുന്നു. അതെ, തീയും പുകയും വരുന്ന ആ ഗർത്തത്തിലേക്ക് നമ്മുടെ ടോണിയെയും തള്ളിവിട്ടു. ടോണിയുടെ നേർക്ക് ഓടി വന്നു.
വളരെ കാലം അവിടെ ജീവിച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്നും ഏഴാം കടലിനക്കരെ പോകുന്നവരോട് കടലമ്മ ഈ കഥ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ നാടിനെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ആത്മാവിനെ തന്നെയും നമുക്ക് നഷ്ടമാക്കുന്ന എല്ലാവിധ പാപചാപല്യങ്ങളും